ഈ ആഴ്ചയിലെ പവർ ടീം പുതിയ പുതിയ ആശയങ്ങളും നിയമങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. തുടക്കത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാവരെയും സാർ മാഡം എന്ന് വിളിച്ചാൽ മതി, എടി പൊടി അല്ലെ പേരൊന്നും വിളിക്കില്ലെന്ന്. അവിടെ തന്നെ ആൾക്കാരെല്ലാരും എതിർപ്പ് പറഞ്ഞു. കാര്യം ഒരു വഴക്ക് നടക്കുമ്പോൾ കളിക്ക് ഇതൊരു ഗെയിം ആണല്ലോ, അതിനിടയ്ക്ക് സാർ മാഡം എന്ന് വിളി നടക്കത്തില്ല, നോക്കാം ശ്രമിക്കാമെന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ ഇതേണ്ട ഈ ഒരു തീരുമാനം. ഇതെന്താന്ന് വെച്ചാൽ പവർ ടീമിന്റെ മുന്നില് രാവിലെ തൊട്ട് വൈകോളം സന്ധ്യ വരെ ലൈറ്റ് കത്തിക്കുന്ന സമയം വരെ ശ്രീതു നിൽക്കണം. എന്നിട്ട് പവർ ടീം വരുന്നുണ്ടെ സർ മാഡം എന്നുള്ള വിളി വിളിക്കണം. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന നിയമം. എന്താന്ന് വെച്ചാല് ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ശ്രീതുവിന്. ശ്രീതു ഭക്ഷണം പവർ ടീമിനോട് ചോദിക്കാതെ കഴിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ശ്രീതു പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല പലരും ഭക്ഷണം ആ രീതിയിൽ കഴിച്ചു, എനിക്ക് മാത്രം എന്താണ് ശിക്ഷ എന്നാണ് പറയുന്നത്. അപ്പൊ ശരണ്യ പറഞ്ഞു, ഞാൻ കണ്ടത് ശ്രീതു കഴിക്കുന്നതേ ഉള്ളൂ. അവിടെ അപ്സര പറയുന്നുണ്ട് ഈ നിയമം ഇച്ചിരി കൂടുതലായിപ്പോയെന്ന്. റസ്മിൻ പറയുന്നു പവർ ടീമിന്റെ തീരുമാനമാണ്, പവർ ടീമിന്റെ തീരുമാനം അനുസരിച്ചേ പറ്റൂന്ന്. അപ്പൊ പവർ ടീം പറയുന്നത് നേരത്തെ തീരുമാനം ഉണ്ടായിരുന്നു. ഋഷി അന്നേരം ചോദിക്കുന്നു, നേരത്തെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾ കയറി കഴിഞ്ഞപ്പോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ അൻസിബയൊക്കെ പറയുന്നത്, ഞങ്ങൾ കഴിച്ച ഭക്ഷണം ഇപ്പൊ എന്തോ ചെയ്യാന്, അത് തുപ്പിക്കളയാൻ പറ്റുമോ, ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ശ്രീതു വീണ്ടും വീണ്ടും പറയുന്നു, ഇപ്പൊ എല്ലാ ഭക്ഷണവും ഞാൻ കഴിച്ച പോലായി, എനിക്ക് മാത്രം ശിക്ഷയും തന്നിരിക്കുകയെന്ന് ശ്രീതു അവിടെ പറയുന്നുണ്ട്. എന്തായാലും പവർ ടീം കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. ശ്രീതു ഇതേപോലെ സന്ധ്യ വരെ അവിടെ പവർ ടീമിന്റെ മുന്നിൽ ലൈറ്റ് കത്തിക്കുന്ന സമയം വരെ അവിടെ നിൽക്കണമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സല്യൂട്ട് ചെയ്യണം, സർ മാഡം വിളിച്ച് ഇവരെ സല്യൂട്ട് ചെയ്യുകയും ചെയ്യണം. അവിടെ നിന്നിട്ട് ആ വഴിക്കൂടെ എങ്ങനെ ഒരു തീരുമാനം അവിടെ എടുത്തപ്പം തീർച്ചയായിട്ടും പവർ ടീം അംഗങ്ങൾ ഈ ശ്രീധുവിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അവരെ ഈ സർ മാഡം വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനും സല്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനും അവര് തീർച്ചയായിട്ടും ഈ ഇതിന് മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പരാൻ നടക്കും എന്നുള്ളത് തീർത്താണ്. എന്തായാലും കടുത്ത തീരുമാനമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിനു മുമ്പ് പലരും അവിടുന്ന് ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയും ചെയ്തു. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം.